മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നമ്മുടെ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളിവിടെ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷ ഉടൻ തുടങ്ങാൻ പോവുകയാണ്. ഇൻടേക്ക് 02/2027 നോട്ടിഫിക്കേഷനാണ് കേട്ടോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. 01/2027 നോട്ടിഫിക്കേഷൻ വന്നത്, അതിൻ്റെ റിസൾട്ട് വന്നത് എല്ലാം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഇതേ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 6 ജൂലൈയിൽ അപേക്ഷ തുടങ്ങും. ഏകദേശം 26 ജൂലൈ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് 22-23 സെപ്റ്റംബർ 2026 കേട്ടോ. ഈ വർഷം തന്നെ എക്സാം ഉണ്ടാകും. ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഈ വർഷം തന്നെ ഉടനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഉടനെ അടുത്ത മാസം തുടങ്ങും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യും. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, കാരണം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷമാണല്ലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന ഒരു അവസരം വരുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അഗ്നിവീർ വായു ഇൻടേക്ക് 02/2027 അപേക്ഷയാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. 6 ജൂലൈയിൽ തുടങ്ങുന്നതായിരിക്കും. ഏകദേശം നിങ്ങൾക്ക് 26 ജൂലൈ വരെ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 1 ജൂലൈ 2005 1 ജാനുവരി 2010 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞത് 22 ഇയേഴ്സ് ആണ്, അതായത് 22 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കാനായിട്ട് 2 ടൈപ്പ് പോസ്റ്റുകളാണ് പറയുന്നത്. ഒന്ന് സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്, മറ്റൊന്നെന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് നോൺ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് നോക്കാം. അവിടെ നിങ്ങൾക്ക് +2 വേണം. +2 മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. 50% മാർക്കോടുകൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 50% മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഈ രീതിയിൽ നിങ്ങൾ +2 പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ 50% മാർക്ക് വേണം. അതുപോലെ തന്നെ 50% മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇൻ ഡിപ്ലോമ കോഴ്സ് ഓർ ഇൻ്റർമീഡിയറ്റ് 10ാം ക്ലാസ്സിലുണ്ടായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 50% മാർക്ക് ഇംഗ്ലീഷിൽ ഡിപ്ലോമയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ് പഠിച്ച 10th നിങ്ങൾക്ക് 50% മാർക്ക് ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡിപ്ലോമയിലുണ്ട്, അവിടെ 50% മാർക്ക് ഇല്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ എടുക്കാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് നമുക്ക് കാണാം. അതായത് ഈ ഒരു യോഗ്യത, ഈ 2 യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു യോഗ്യത പറയുന്നത്, ഇതൊക്കെ സയൻസുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഫിസിക്സ് മാത്സോട് കൂടി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 50% മാർക്ക് വേണം. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 50% മാർക്ക് വേണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇംഗ്ലീഷ് വൊക്കേഷണൽ കോഴ്സിൽ ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ബേസിൽ എടുക്കാൻ സാധിക്കും. നേരത്തെ ഇപ്പം പറഞ്ഞ അതേ സെയിം മെത്തേഡ് തന്നെ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവിടെ പറയുന്നത് +2 ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് +2 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ 50% മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലാന്നാണെങ്കിൽ 10th എടുക്കാം. നേരത്തെ പറഞ്ഞില്ല, 10th ആ ബേസിൽ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ഹൈറ്റ് പറയുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും 152 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും 152 സെൻറ്റിമീറ്റർ തന്നെ പെൺകുട്ടികൾക്കും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ലക്ഷദ്വീപിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഉയരം മതി എന്നും കൂടി പ്രത്യേകം എടുത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ചെസ്റ്റ് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫീമെയിൽസിന് എക്സ്പാൻഷൻ മാത്രം 5 സെൻറ്റിമീറ്റർ ഇവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീറൊക്കെ നോക്കുന്നവർക്ക് വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാലറി ഞാൻ തീർച്ചയായിട്ടും അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അറിയിക്കാം. ഇപ്പോൾ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും താഴെ കൊടുക്കുന്നില്ല, കാരണം അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കലൊക്കെ കാണാൻ സാധിക്കും. ഒരു 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റിൽ ഓടി തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തിൻ 7 മിനിറ്റ്സ് ആൺകുട്ടികൾക്കും അതുപോലെ വിത്തിൻ 8 മിനിറ്റ് പെൺകുട്ടികൾക്കും പറയുന്നുണ്ട്. പിന്നെ ഓരോന്നോരോന്നുണ്ട്, നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ അപേക്ഷ ഉടനെ തുടങ്ങും. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങൾ ഇതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഈ പോസ്റ്റിലേക്ക്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റിംഗ് ഇതുപോലെ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.